ദൈവവചനത്തെ സ്നേഹിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനത്തിൽ നിന്നും പഠിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് വീണ്ടും അവസരത്തെ തന്നിരിക്കുകയാണ്. അതിനായി നിങ്ങൾ ടെലിവിഷൻ്റെ മുമ്പിൽ വന്നിരിക്കുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, നിൻ്റെ വചനത്തിൽ നിന്നും പഠിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് അടിയങ്ങളെ നിയന്ത്രിക്കുമാറാകണമേ, നയിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതായ ആ സ്ഥലത്തേക്ക് നിങ്ങളുടെ ചിന്തകളിൽ കൂടെ അല്പസമയം കടത്തിക്കൊണ്ട് പോകുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രൂശ് എന്ന് പറയുന്നത് പാപിയായ ഒരു മനുഷ്യൻ പരിശുദ്ധനായ ദൈവത്തെ കണ്ടെത്തുന്നതായ ഒരു സംഗമ സ്ഥലമാണ്. യേശു ക്രിസ്തുവും പാപിയായ മനുഷ്യനും തമ്മിൽ സംഗമിക്കുന്ന ഒരു സംഗമ സ്ഥലമാണ് ക്രൂശ് എന്ന് പറയുന്നത്. ക്രൂശീകരണം എന്ന് പറയുന്നത് ലോകത്തിൽ എക്കാലവും നിലനിന്നിരുന്ന ഏറ്റവും ഹീനവും ഏറ്റവും വേദനാജനകവുമായ ശിക്ഷാവിധിയിൽ ഒന്ന് ആയിരുന്നു. ഏറ്റവും ക്രൂരമായിരുന്നു. ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം മനുഷ്യർ മരിക്കുക എന്നുള്ളതായിരുന്നു അവർ ക്രൂശീകരണത്തിൽ കൂടെ ഉദ്ദേശിച്ചിരുന്നത്. ക്രൂശീകരണം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പേർഷ്യൻസിൽ ആരംഭിക്കുകയും പേർഷ്യക്കാരാണ് ആരംഭിച്ചത്. അവിടെ നിന്നും കാർത്തജീനിയൻസ് എന്ന് പറയുന്ന സമൂഹത്തിൽ കൂടെ കടന്ന് മാസിഡോണിയൻസ് എന്ന് പറയുന്നതായ സമൂഹത്തിൽ കൂടെ കടന്ന് അവസാനം റോമാക്കാരുടെ കയ്യിൽ എത്തുകയുമാണ് ചെയ്തത്. വളരെയധികം വേദനയോടുകൂടെ മനുഷ്യരെ വളരെ സമയമെടുത്താണ് ക്രൂശിൽ മരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ സമയം എടുത്ത് മരിച്ചതുകൊണ്ട് ക്രൂശിൽ കിടക്കുന്നതായ വ്യക്തി മരിച്ച് തീരുന്നതുവരെ അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നതുവരെ ക്രൂശിൻ്റെ ചുറ്റും പോലീസുകാർ, പട്ടാളക്കാർ ഈ വിക്ടിമിനെ നോക്കിക്കൊണ്ട്, ക്രൂശിൽ കിടക്കുന്ന ആളിനെ നോക്കിക്കൊണ്ട് കാത്തിരിക്കേണ്ടതായ അവസ്ഥയുണ്ടായിരുന്നു. പട്ടാളക്കാർക്ക് അധിക സമയം അവിടെ നിൽക്കുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പലപ്പോഴും പട്ടാളക്കാർ അവരുടെ കുന്തം ഉപയോഗിച്ച് ക്രൂശിൽ കിടക്കുന്നതായ വ്യക്തികളെ കുത്തി, അവരുടെ ഹൃദയത്തിലേക്ക് കുന്തം കുത്തി ഇറക്കി അവരെ കൊന്നതിന് ശേഷം അവിടെ നിന്നും പോകുന്നതായ സംഭവങ്ങളും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു ദിവസം യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു, നമുക്കറിയാം. എന്നിട്ട് യൂദാസിനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടതായ കർത്താവ് റോമൻ പടയാളികളാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കർത്താവിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ദൂതന്മാർ കർത്താവിനെ വിട്ടുപോയി. സകല ശിഷ്യന്മാരും, പത്രോസ് ഉൾപ്പെടെയുള്ളതായ സകല ശിഷ്യന്മാരും, ഞാൻ പത്രോസ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നതിന് കാരണമുണ്ട്. പത്രോസാണ് പറഞ്ഞത്, എന്ത് സംഭവിച്ചാലും ഞാൻ നിൻ്റെ കൂടെ നിൽക്കും, ഞാൻ ഒരിക്കലും നിനക്കൊരു അപകടം വരാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടെ നിന്നതായ പത്രോസ് പോലും യേശുക്രിസ്തുവിനെ വിട്ട് ഓടിപ്പോയി. സ്വർഗീയ പിതാവ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവ് കർത്താവിനെ കൈവിട്ടു. അങ്ങനെ എല്ലാവരാലും കൈവിട്ടപ്പെട്ട ഒരു വ്യക്തിയായി, പൂർണ്ണമായും തള്ളപ്പെട്ടതായ ഒരു വ്യക്തിയായി യേശുക്രിസ്തു അന്ധകാര ശക്തികളുടെ കയ്യിൽ 3 ദിവസം, 3 രാവും 3 പകലും ഏൽപ്പിക്കപ്പെടുന്നതായിട്ട് നാം കാണുന്നു. ഈ ക്രൂശിൻ്റെ സമീപത്ത്, കർത്താവ് ക്രൂശിൽ കിടക്കുന്നതായ സമയത്ത് ക്രൂശിൻ്റെ സമീപത്ത് നിൽക്കുന്നതായ 5 തരം ആൾക്കാരെക്കുറിച്ച് വളരെ ചുരുക്കമായി ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം ഈ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 33 മുതൽ 43 വരെയുള്ളതായ വേദഭാഗങ്ങളാണ്. ലൂക്കോസ് 23-ൻ്റെ 33 മുതൽ 43 വരെയുള്ളതായ വേദഭാഗങ്ങൾ. അതിൽ ഞാൻ ഈ ഭാഗത്തിൻ്റെ അവിടെയും ഇവിടെയും ഒക്കെ നിന്ന് ചില വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ വായിക്കുന്നതായിരിക്കും. ഞാൻ വായിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ൻ്റെ 35-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസ് 23-35 യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ സമീപത്ത് നിൽക്കുന്ന ഒന്നാമത്തെ സമൂഹത്തെക്കുറിച്ച് നാം വായിക്കുന്നു. ഞാൻ വായിക്കാം. ജനം നോക്കിക്കൊണ്ട് നിന്നു എന്ന് നാം ഇവിടെ വായിക്കുകയാണ്. ലൂക്കോസ് 23-ൻ്റെ 35-ാമത്തെ വാക്യം, ജനം നോക്കിക്കൊണ്ട് നിന്നു. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. കർത്താവായ യേശുക്രിസ്തു വളരെ ജനപിന്തുണയുള്ളതായ ഒരു വ്യക്തിയായിരുന്നു. വളരെ ജനപിന്തുണ, അതായത് വളരെയധികം ജനം. യേശുക്രിസ്തു എവിടെ പോയാലും അനേക ജനം അവനെ പിൻപറ്റിക്കൊണ്ടിരുന്നു, അവനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഈ ജനമൊക്കെയും അവനിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ചതായ ജനം, അവനിൽ നിന്നും രോഗശാന്തി പ്രാപിച്ചതായ ജനം, അവനിൽ നിന്നും അവൻ
5 അപ്പത്തെ 5000 പേർക്ക് പോഷിപ്പിച്ചു എന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഈ അപ്പത്തെയൊക്കെയും ഭക്ഷിച്ചതായ ജനം, അവനിൽ നിന്ന് സകല അനുഗ്രഹങ്ങളും, ആത്മീക അനുഗ്രഹങ്ങളും ഭൗമിക അനുഗ്രഹങ്ങളും പ്രാപിച്ചതായ ജനം യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുന്നതായ അവസരത്തിൽ കൈകെട്ടി നോക്കി നിൽക്കുകയാണ്. അവരിൽ എത്ര പേർ വേദനയോടെയാണ് നോക്കി നിൽക്കുന്നത് എനിക്കറിയത്തില്ല. വേദപുസ്തകത്തിൽ അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവർ നോക്കി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തി, പ്രത്യേകിച്ചും നമുക്ക് വേണ്ടപ്പെട്ടതായ ഒരു വ്യക്തി മരണപ്പെടുന്നത് കാണുമ്പോൾ, വേദനാജനകമായ ഒരു മരണത്തിൽ കൂടെ കടന്നു പോകുന്നത് കാണുമ്പോൾ, വേറെ ആരെങ്കിലും ആ വ്യക്തിയെ കൊല്ലുന്നത് കാണുമ്പോൾ നോക്കി നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമോ? അത്രമാത്രം പ്രതികരണ ശേഷിയില്ലാത്തതായ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം അധപ്പതിച്ചു പോയോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നും ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരവസ്ഥ നാം കാണാറുണ്ട്. നാം ആയിരിക്കുന്നതായ സഭകളിൽ, നാം ആയിരിക്കുന്നതായ സംഘടനകളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ ദേശത്തൊക്കെയും യേശുക്രിസ്തു ഇന്നും ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തന്നെ പ്രവൃത്തികളിൽ, നമ്മുടെ വാക്കുകളിൽ. നമുക്ക് എബ്രായ ലേഖനത്തിൽ നിന്നും ഞാനൊരു വാക്യം വായിക്കാം. എബ്രായർ 6:4 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് എന്ന് പറയുന്നു. തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവർ. നാമും പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരാണ്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുമ്പോൾ കൈകെട്ടി നോക്കി നിൽക്കുന്നതായ ഒരു ജനം, അതാണ് ക്രൂശിൻ്റെ മുൻപിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ക്രൂശിൻ്റെ സമീപത്ത് നിൽക്കുന്ന ഒന്നാമത്തെ കൂട്ടര് എന്ന് ഞാൻ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചിന്തകൾ കൊണ്ട് നാം പലപ്പോഴും യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരാണ്. നമ്മുടെ ചിന്തകളൊക്കെയും എത്രയോ ദുഷിച്ചതാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസം പോകട്ടെ, ഒരു മണിക്കൂർ നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നതായ ചിന്തകളെ ഒരു പേപ്പറിൽ കുറിച്ചിട്ടതിന് ശേഷം അത് വേറൊരാൾക്ക് വായിക്കാൻ കൊടുക്കുവാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രമാത്രം മോശപ്പെട്ടതാണ് നമ്മുടെ ചിന്തകൾ. ഇങ്ങനെയുള്ളതായ ചിന്തകളിൽ കൂടെ യേശുക്രിസ്തുവിനെ നാം ക്രൂശിക്കുകയാണ്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നത് നാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ഞാൻ അടുത്ത വാക്യം വായിക്കുകയാണ്. ഇതേ അധ്യായത്തിൽ 35-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. അവിടെ നാം 2-ാമത്തെ കൂട്ടരെ കാണുകയാണ്. ക്രിസ്തു എങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ച് പറഞ്ഞു. ദൈവം യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതായ സമയത്ത് വെറും നോക്കിക്കൊണ്ട്, ഒന്നും ചെയ്യാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായ ഒരു ജനം. രണ്ടാമത്, അവനെ പരിഹസിക്കുന്നതായ പ്രധാനികൾ, അന്നത്തെ പാസ്റ്റർമാർ, അന്നത്തെ പുരോഹിതന്മാർ, അന്നത്തെ അച്ഛന്മാർ, അന്നത്തെ പള്ളി പ്രമാണികൾ, അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ അവർ പരിഹസിക്കുകയാണ്. ക്രിസ്തു എങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ. വലിയ അത്ഭുത പ്രവൃത്തികളൊക്കെയും നടത്തിയ വ്യക്തിയല്ലേ? വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ വ്യക്തിയല്ലേ? 5 അപ്പത്തെ 5000 പേർക്ക് കൊടുത്ത വ്യക്തിയല്ലേ? ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ പരിഹസിക്കുന്നതായ പ്രധാനികൾ. ഞാൻ മുൻപോട്ട് പോവുകയാണ്. 36-ാമത്തെ വാക്യത്തിൽ നാം 3-ാമത്തെ ഗ്രൂപ്പിനെ കാണുന്നു. പടയാളികളും അവനെ പരിഹസിച്ച് അടുത്തു വന്ന് അവനെ പുളിച്ച വീഞ്ഞ് കാണിച്ചു കൊടുത്തു. പുളിച്ച വീഞ്ഞ് കൊടുത്തു എന്ന് നാം വായിക്കുന്നു. പടയാളികൾ എന്ന് പറയുന്ന ശമ്പളക്കാരാണ്. അവർക്ക് ആര് മരിക്കുന്നു, ആര് ജീവിക്കുന്നു എന്നതിൽ ശമ്പളം കിട്ടുന്നു എന്ന ഒരു കാര്യത്തിൽ അപ്പുറത്ത് യാതൊരു താല്പര്യവുമില്ല. എന്നാൽ ഇവിടെ ക്രൂശിൽ കിടക്കുന്നതായ വ്യക്തിയെ പടയാളികളും പരിഹസിക്കുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. എത്രയോ വേദനാജനകമായ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതായ യേശുക്രിസ്തു എത്രയോ വേദന സഹിച്ച്, എത്രയോ നിന്ന സഹിച്ച്, എത്രയോ പരിഹാസം സഹിച്ച് ആണ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് എന്നുള്ള വസ്തുത നാം മറക്കരുത്. 23-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ നാം വേറൊരു വ്യക്തിയെ കാണുകയാണ്. അവിടെ 4-ാമത്തെ വ്യക്തി ഞാൻ വായിക്കാം. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധനായ പുത്രൻ 2 കള്ളന്മാരുടെ മധ്യത്തിലാണ് ക്രൂശിക്കപ്പെട്ടത്. ഇവിടെ അതിൽ ഒരു കള്ളൻ, അല്ലെങ്കിൽ ഒരു ദുഷ്പ്രവർത്തിക്കാരൻ, തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ? നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. അവൻ പറയുകയാണ്, നീ ക്രൂശിൽ കിടക്കുന്നു, ഞാനും ക്രൂശിൽ കിടക്കുന്നു, നമ്മൾ 3 പേരിപ്പം ക്രൂശിൽ കിടക്കുകയാണ്. നീ വലിയ അത്ഭുത പ്രവൃത്തി ചെയ്യുന്ന ആളായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. യേശുക്രിസ്തു വളരെയധികം ആളാൽ അറിയപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവൻ പറയുകയാണ്, നീ ക്രിസ്തുവെങ്കിൽ നീ സ്വയം രക്ഷിക്കേ.
എന്നിട്ട് ഞങ്ങളെയും രക്ഷിക്കുക, ഞങ്ങളും ഇവിടെ നിന്നും ഇറങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. സഹോദരി സഹോദരങ്ങളെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്ന സമയത്ത് കൈകെട്ടി നോക്കി നിൽക്കുന്ന, ഒന്നും പ്രതികരിക്കാതെ നോക്കി നിൽക്കുന്നതായ ഒരു ജനസമൂഹം, അവനെ പരിഹസിക്കുന്നതായ സഭാ നേതാക്കന്മാർ, അവനെ പരിഹസിക്കുന്നതായ പടയാളികൾ, അവനെ പരിഹസിക്കുന്നതായ കള്ളൻ, ദുഷ്പ്രവർത്തിക്കാരൻ. ചിലർ പറയാറുണ്ട് ഇടത്തെ കള്ളൻ എന്ന്. ഇടത്തെ കള്ളൻ എന്ന് വേദപുസ്തകത്തിൽ രേഖയൊന്നുമില്ല. ഇടത്തെ കള്ളൻ എന്ന് വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് എനിക്ക് അറിയത്തുമില്ല. എന്നിട്ട് 40-ാമത്തെ വാക്യത്തിൽ നാം വ്യത്യസ്തനായ ഒരു വ്യക്തിയെ, 5-ാമത്തെ വ്യക്തിയെ കാണുകയാണ്. ഒന്നാമത്തെ കൂട്ടം ജനക്കൂട്ടം, 2-ാമത്തേത് പ്രധാനികൾ, 3-ാമത്തേത് പടയാളികൾ, 4-ാമത്തേത് ഇടത്തെ കള്ളൻ എന്ന് ലോകം വിശ്വസിക്കുന്ന, സഭകൾ പഠിപ്പിക്കുന്ന ദുഷ്പ്രവർത്തിക്കാരൻ. 5-ാമത്തെ വ്യക്തി, 40-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. 5-ാമത്തെ വ്യക്തി, മറ്റവനോ അവനെ ശാസിച്ചു. മറ്റവനോ, മറുവശത്ത് തൂക്കപ്പെട്ടിരിക്കുന്നതായ കള്ളൻ, മറ്റവനോ അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്ന് ചോദിക്കുകയാണ്. സമശിക്ഷാവിധിയിൽ, മരിക്കാൻ പോവുകയാണ്. ഇത്രയും കാലമൊക്കെ തെമ്മാടിത്തരം കാണിച്ച് നാം ജീവിച്ചു, നാം മോഷ്ടിച്ച് ജീവിച്ചു, ദുഷ്പ്രവൃത്തി ചെയ്ത് ജീവിച്ചു. ഇപ്പോൾ നാം മരിക്കാൻ പോവുകയാണ്. ഈ മരണസമയത്തെങ്കിലും നിനക്ക് ദൈവബോധമില്ലയോ? നിനക്ക് ദൈവത്തെ ഭയപ്പെടാൻ സാധിക്കത്തില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലയോ കിട്ടുന്നത്? ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ലോകത്തിൽ അനേകം മനുഷ്യർ ദുഷ്പ്രവർത്തികളിൽ ജീവിക്കുമ്പോൾ, കള്ളത്തരങ്ങളിൽ ജീവിക്കുമ്പോൾ, ദൈവനിന്ദയിൽ ജീവിക്കുമ്പോൾ, ഒരു ചെറിയ സമൂഹം, ഒരുപക്ഷെ ഒറ്റയ്ക്ക് ഒരു വ്യക്തി ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നതായ ഒരു സംഗതിയാണ്, ഒരു സംഭവമാണ്, ഒരു ഉദാഹരണമാണ് നാം ഈ വാക്യത്തിൽ കാണുന്നത്. ഈ വ്യക്തിക്ക്, ഈ കള്ളനായിരുന്ന, കള്ളപ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന ഈ വ്യക്തിക്ക് ഇത്രമാത്രം ഒരു മനോഭാവം, ഇതുപോലെയുള്ളതായ ഒരു മനോഭാവം, ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാനുള്ളതായ ഒരു കാരണം എന്താണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. മറ്റാർക്കും ഉണ്ടാകാത്തതായ ഒരു മാനസാന്തരം, മറ്റൊരു വ്യക്തിക്ക് പോലും ഒരു മാനസാന്തരം ഉണ്ടായില്ല. അങ്ങേവശത്തെ കള്ളനുണ്ടായില്ല, പടയാളികൾക്കുണ്ടായില്ല, സഭാ നേതാക്കന്മാർക്കും പ്രധാനികൾക്കും ഒന്നും തന്നെ ഉണ്ടായില്ല. എന്നാൽ ഈ വ്യക്തിക്ക് ഒരു മാനസാന്തരം ഉണ്ടാകുവാനുള്ളതായ കാരണം എന്താണ് എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഈ മാനസാന്തരം ഉണ്ടാകുവാനുള്ളതായ കാരണം ഒന്നൊന്നായി, എൻ്റെ മനസ്സിൽ വന്നതായ കാരണങ്ങൾ ഒന്നൊന്നായി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യൻ, ക്രൂശിൽ കിടക്കുന്നതായ ഈ കള്ളൻ, വലത്തുവശത്തെ കള്ളൻ എന്ന സഭകൾ പഠിപ്പിക്കുന്നതായ ഈ കള്ളൻ, ഞാൻ പറഞ്ഞു വലത്തുവശത്താണോ എന്ന് ബൈബിളിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ രേഖയൊന്നുമില്ല. എന്നാൽ വലത്തുവശത്തെ കള്ളൻ എന്ന് വിശ്വസിക്കപ്പെടുന്നതായ ഈ കള്ളൻ, അല്ലെങ്കിൽ ഈ വ്യക്തി മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാനുള്ളതായ ഒന്നാമത്തെ കാരണം ജീവിതത്തിൻ്റെ ക്ഷണികത്വത്തെക്കുറിച്ച് ഈ വ്യക്തിക്ക് ബോധ്യമായി എന്നുള്ളതാണ്. ദ ബ്രെവിറ്റി ഓഫ് ലൈഫ്, ജീവിതം എത്രയോ ക്ഷണികം, എത്രയോ ചെറുതാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവന് സാധിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നമ്മുടെ ജീവിതം ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന, ഇന്ന് പുഷ്പിച്ച് നാളെ വാടി താഴെ വീഴുന്ന പൂവിനോട് തുല്യം എന്നാണ്. വയലിൽ ഇന്ന് തളർത്ത് വന്ന് കിളിർത്ത് വന്ന് നാളെ വാടിപ്പോകുന്ന പുല്ലിനോട് തുല്യം എന്നാണ് ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ ജീവനെക്കുറിച്ച് പറയുന്നത്. ഒരു വേപ്പർ, അല്ലെങ്കിൽ ഒരു നീരാവിയാണ് മനുഷ്യൻ്റെ ജീവൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നാം ഊതി വീർപ്പിച്ച ഒരു ബലൂൺ പോലെയാണ് നമ്മുടെ ജീവൻ. ഏത് സമയത്തും പൊട്ടി, അതിനകത്തിൽ നിന്ന് കാറ്റ് പോകുമ്പോൾ അത് പൊട്ടി വെറുതെ ശുഷ്കിച്ച് നശിച്ചു പോകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവന് സാധിക്കും. അപ്പോൾ ജീവിതത്തിൻ്റെ ക്ഷണികത്വത്തെക്കുറിച്ച് ഈ വ്യക്തിക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാരണം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളതായ ബോധ്യം, മരണാനന്തര ജീവിതം. ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരല്ല. മരണത്തോടുകൂടെ സകലതും തീർന്നു, അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, എന്ത് തെമ്മാടിത്തരവും ചെയ്ത് ഈ ലോകത്തിൽ കഴിച്ചുകൂട്ടുക എന്ന് വിശ്വസിക്കുന്നതായ ഒരു സമൂഹം. വളരെ വേദനയോടുകൂടെ ഞാൻ പറയട്ടെ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നുള്ളതായ ബോധ്യമാണ് ഈ മനുഷ്യനെ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാരണം, അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുള്ളതായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ളതായ കുറ്റബോധം, അവനൊരു കുറ്റബോധമുണ്ടായി എന്നുള്ളതാണ്. നാലാമത്തെ കാരണം, യേശു ക്രിസ്തു അതുല്യനാണ് എന്നുള്ളതായ വിശ്വാസം. യേശു ക്രിസ്തു മറ്റ് വ്യക്തികളിൽ നിന്നും വ്യത്യസ്തനാണ് എന്നുള്ളതായ വ്യത്യാസം. ഇവൻ മറ്റേ കള്ളനോട് പറയുന്നത്,
നാം ശിക്ഷ അനുഭവിക്കുന്നത് നാം തെറ്റ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ഈ വ്യക്തി യാതൊരു തെറ്റും ചെയ്യാതെയാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നത്. യേശുക്രിസ്തു പാപം ചെയ്തിട്ടില്ല. യേശുക്രിസ്തു മറ്റ് വ്യക്തികളിൽ നിന്നും വ്യത്യസ്തനാണ് എന്നുള്ളതായ ആ ചിന്തയാണ് ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യവർഗത്തിന് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നൽകിയ ഏക നാമമാണ് യേശുക്രിസ്തുവിൻ്റേത് എന്നുള്ള ബോധ്യമാണ് അവനെ കുറ്റബോധത്തിലേക്ക് അല്ലെങ്കിൽ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത്. യേശുക്രിസ്തു മാത്രമാണ് ലോകത്തിൻ്റെ രക്ഷിതാവ് എന്നുള്ളതായ ബോധ്യമാണ് അവനെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത്. അവൻ്റെ പ്രവൃത്തികൾ അവൻ മാനസാന്തരപ്പെടുവാനുള്ളതായ അടുത്ത കാരണം അവൻ്റെ പ്രവൃത്തികളാൽ അവന് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കത്തില്ല എന്നുള്ളതായ ബോധ്യം അവനുണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കൃപയാലല്ലാതെ അവന് രക്ഷ പ്രാപിക്കുവാൻ, അവനെന്ന് മാത്രമല്ല ലോകത്തിൽ ജീവിക്കുന്ന ഒരുത്തനും യേശുക്രിസ്തുവിൻ്റെ കൃപയാലല്ലാതെ രക്ഷ പ്രാപിക്കുവാൻ സാധിക്കില്ല എന്നുള്ള ഈ വ്യക്തിയുടെ ബോധ്യമാണ് അവനെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. അവസാനമായി ഈ വ്യക്തി രക്ഷയിലേക്ക്, മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ സാധിച്ചതിൻ്റെ അവസാനത്തെ കാരണം എൻ്റെ ചിന്തയിൽ വന്നത് രക്ഷിക്കപ്പെടുവാൻ ഒരു സമയവും പ്രശ്നമല്ല എന്നുള്ളതായ അവൻ്റെ ബോധ്യം. ഒരിക്കലും രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം ഒരു സമയവുമില്ല. നമുക്ക് ഏത് സമയത്തും രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലും നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും എന്നുള്ളതായ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ നിന്നും മനസ്സിലാക്കുന്നത്. നാം മുടിയൻ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാം. മുടിയൻ പുത്രൻ, ശരിക്കും ആ പയ്യനല്ല മുടിയൻ പുത്രൻ, അവൻ്റെ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരനാണ് മുടിയൻ പുത്രൻ. ഇവൻ രക്ഷിക്കപ്പെട്ട, മാനസാന്തരപ്പെട്ട് അപ്പൻ്റെ സമീപത്തേക്ക് മടങ്ങി വന്നതായ വ്യക്തിയാണ്. എന്നിട്ട് ഇന്നും ക്രൈസ്തവ ലോകം ഈ വ്യക്തിയെ മുടിയൻ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. അതിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ വായിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, ആരാണ്? മുടിയൻ പുത്രൻ. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. സുബോധം വന്നിട്ട് അവൻ എന്ത് ചെയ്തു? അപ്പൻ്റെ അടുത്തേക്ക് പോകുന്നതിനായി അവൻ എഴുന്നേറ്റു എന്നാണ് നാം വായിക്കുന്നത്. സുബോധം വരിക. നമുക്ക് രക്ഷ പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സുബോധം വരണം. നാം തെറ്റ് ചെയ്തു എന്നുള്ളതായ ബോധ്യം വരണം. എന്നിട്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് സുബോധം വരണം. രണ്ടാമത്തെ കാര്യം നാം ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കണം. മൂന്നാമത്തെ കാര്യം നാം നമ്മുടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണം. ഈ പയ്യൻ, ഈ മുടിയൻ പുത്രൻ എന്ന് വിശേഷിക്കപ്പെടുന്നതായ ഈ പയ്യൻ എന്ത് ചെയ്തു? അവന് സുബോധം വന്നു, അവൻ എഴുന്നേറ്റു, അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നതായിട്ടാണ് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവൻ ഓടി ചെല്ലുമ്പോൾ പിതാവ് അവനെ തല്ലുന്നതിനായി ഒരു വടിയുമായിട്ടിരിക്കുന്നതായ ഒരു ചിത്രം നാം കാണുന്നില്ല. 21-ാമത്തെ വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 15-ന്റെ-21 ഞാൻ വായിക്കട്ടെ. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞു. ഒരു അപ്പൻ ഇവൻ ഏതെങ്കിലും ദിവസം തിരിച്ചു വരുമെന്നുള്ളതായ ബോധ്യത്തിൽ, ചിന്തയിൽ ഇവനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായ ഒരു അപ്പനെയാണ് നാം കാണുന്നത്. അവൻ പോയി, അവനെവിടെയെങ്കിലും പോട്ടെ, അവൻ ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ എന്നുള്ളതായ മനോഭാവമല്ല അപ്പനുള്ളത്. അപ്പൻ ഇവൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് ചിന്തിച്ച് കാത്തിരിക്കുകയാണ്. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. ഒന്ന്. രണ്ടാമത് മനസ്സലിഞ്ഞു. മൂന്നാമത് ഓടിച്ചെന്നു. ദൈവമക്കളെ, സഹോദരങ്ങളെ, പിതാവായ ദൈവത്തെ ഓടുന്നവനായി ചിത്രീകരിക്കുന്ന ഒരേ ഒരു വേദഭാഗമാണ് ഇത്. പിതാവായ ദൈവം നശിച്ചു പോയിട്ടുള്ള നാശത്തിൻ്റെ വക്കിൽ നിന്നും തിരിച്ച് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് തിരിച്ചു വരുന്നതായ തൻ്റെ മക്കളെ കണ്ട് ഓടിച്ചെല്ലുന്നതായ ഒരു ചിത്രീകരണം വേദപുസ്തകത്തിൽ ഇവിടെ മാത്രമാണ് നാം കാണുന്നത്. ഓടിച്ചെന്നു, മൂന്നാമത് ഓടിച്ചെന്നു, നാലാമത് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു, അഞ്ചാമത് അവനെ ചുംബിച്ചു. സ്വർഗീയ പിതാവിനാൽ ചുംബിക്കപ്പെടുന്നതായ ഒരു അനുഭവം, സ്വർഗീയ പിതാവിനാൽ ആലിംഗനം ചെയ്യപ്പെടുന്നതായ ഒരു അനുഭവം നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? യേശു ക്രിസ്തു നിങ്ങളെ ആലിംഗനം ചെയ്യുന്നതായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യേശു ക്രിസ്തു നിങ്ങളെ ചുംബിക്കുന്നതായി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് നാം തുടർന്ന് വായിക്കുമ്പോൾ അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി എന്ന് നാം കാണുന്നു. അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി. സഹോദരങ്ങളെ, ഞാൻ ഒന്നുകൂടെ പറയാം, നേരത്തെ പറഞ്ഞ കാര്യം. നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിത്യജീവൻ അവകാശമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം സുബോധം ഉണ്ടാകണം. നിങ്ങൾ എഴുന്നേൽക്കണം. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ യാത്ര ചെയ്യണം. നിങ്ങളായിരിക്കുന്ന, ഒരുപക്ഷെ നിങ്ങൾ യേശു ക്രിസ്തുവിൽ നിന്നും അനേക മൈലുകൾ ദൂരത്തിലേക്ക് പോയതായ ഒരു വ്യക്തിയായിരിക്കാം. ആ മൈലുകളൊക്കെയും നിങ്ങൾ
തിരിച്ചു നടക്കണം. അങ്ങനെ തിരിച്ചു നടന്ന് നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരുമ്പോൾ, നടന്നു വരുമ്പോൾ, പിതാവ് ദൂരത്തു നിന്ന് നിങ്ങളെ കാണും. പിതാവിന് മനസ്സലിയും. പിതാവ് ഓടി വരും നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ കഴുത്തിനെ കെട്ടിപ്പിടിക്കും, നിങ്ങളെ ചുംബിക്കും. അങ്ങനെ പിതാവുമായി ആനന്ദകരമായ ഒരു അനുഭവം, ആനന്ദകരമായ ഒരു ജീവിതം നിങ്ങളുടെ ശിഷ്ട ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം സുബോധം ഉണ്ടോ? നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ സുബോധം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? യേശു ക്രിസ്തുവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽപ്പാൻ, അവൻ്റെ സന്നിധിയിലേക്ക് ഓടി വരുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞാൻ തിരിച്ച് ക്രൂശിൽ കിടക്കുന്ന കള്ളൻ്റെ അടുത്തേക്ക് പോവുകയാണ്. മാനസാന്തരപ്പെട്ട കള്ളൻ്റെ അടുത്തേക്ക് പോവുകയാണ്. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാലും ലോകം കള്ളനെ കള്ളനെന്ന് തന്നെയാണ് വിളിക്കുന്നത്. എനിക്ക് ആ കാര്യത്തിലും വിഷമമുണ്ട്. 42-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. ലൂക്കോസ് സുവിശേഷം 23:42. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. ലോകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഏറ്റവും ചെറിയ പ്രാർത്ഥനകളിൽ ഒന്നാണിത്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്ന് വരുന്നവയാണെങ്കിൽ ദീർഘമായ പ്രാർത്ഥനകളുടെ ആവശ്യമില്ല. ഒരു വാചകം പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി. ദൈവം, സ്വർഗം അത് കേൾക്കും. ഒരു വാചകം പറയുകയാണ് ഇവൻ, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. യേശു ക്രിസ്തു വ്യവസ്ഥകളൊന്നും വെച്ചില്ല. യേശു ക്രിസ്തു പറഞ്ഞില്ല, നീ പോയി സ്നാനപ്പെട്ടിട്ട് വാന്ന്, നീ പോയി പഠന ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്യേ എന്ന് പറഞ്ഞില്ല. യേശു ക്രിസ്തു പറഞ്ഞില്ല, ഞാൻ ചർച്ച് ബോർഡ് വിളിക്കട്ടെ, അവിടെ ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നിൻ്റെ കാര്യം ആലോചിക്കാം, നിന്നോട് മറുപടി പറയാം എന്നൊന്നും പറഞ്ഞില്ല. നാം യേശു ക്രിസ്തുവിൻ്റെ മറുപടി ഉടൻ തന്നെ വായിക്കുകയാണ്. യേശു അവനോട്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ നിന്നോട് ഇന്ന് പറയുന്നു എന്ന് യേശു ക്രിസ്തു വേഗത്തിൽ അവന് മറുപടി കൊടുക്കുകയാണ്. സ്വർഗത്തിലെ സിസ്റ്റം എന്ന് പറയുന്നത് വളരെയധികം പെർഫെക്റ്റാണ്, വളരെയധികം നല്ലതാണ്. നാം ഒരു പ്രാർത്ഥന നടത്തിയതിന് ശേഷം പിന്നീട് തുടരെ കർത്താവേ, ഞാൻ പണ്ടിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, നീ മറുപടി ഒന്നും തന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഓർമ്മിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം പ്രാർത്ഥനയ്ക്ക് അതാത് നിമിഷങ്ങളിൽ ഉടൻ തന്നെ മറുപടി തരുന്നവനാണ്. ആകയാൽ ഈ ലോകത്തിൻ്റെ അവസാനത്തിൽ ജീവിച്ചിരിക്കുന്നതായ നാം, കർത്താവായ യേശു ക്രിസ്തു ലോക അവസാനത്തിന്, അന്ത്യനാളുകൾക്ക് ഒരു ആരംഭവും ഒരു അവസാനവും ഉണ്ടെങ്കിൽ അന്ത്യനാളുകളുടെ അവസാന കാലത്ത് ജീവിച്ചിരിക്കുന്നതായ നാം, യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതായ നാം, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലാണോ ജീവിക്കുന്നത് എന്ന് പകൽക്കാലം ചോദിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ളതായ ബന്ധത്തിൻ്റെ അളവ് എന്താണ്? നമുക്ക് ചിന്തിക്കാം. ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് മുൻപോട്ട് പോകാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, ദൈവത്തിൻ്റെ വചനത്തെ കേട്ടതായ നിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ, യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കുന്നതായ ഈ ദൈവവചനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അവ നിങ്ങൾക്ക് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നതായ പുസ്തകങ്ങൾ, ഞങ്ങൾ പഠിപ്പിക്കുന്നതായ വിഷയങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയിരിക്കുന്ന നിരവധി പുസ്തകങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടാം. ഞങ്ങൾക്ക് കത്തെഴുതാം. ഇമെയിൽ വഴി, ടെലിഫോൺ വഴി ഞങ്ങളുമായി ബന്ധപ്പെടാൻ സാധിക്കും. സ്ക്രീനിൽ കാണുന്നതായ വിലാസം നിങ്ങൾ പ്രയോജനപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.